അടുത്തതായി നൈട്രേറ്റ് സോൾട്ട് ആണ്. നൈട്രേറ്റ് സോൾട്ടിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റിന്റെ പേര് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ്. അതിനുവേണ്ടി നമ്മൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഒരു ഡ്രൈ ടെസ്റ്റ് ട്യൂബിലേക്ക് അല്പം എടുക്കുക. ഡ്രൈ അല്ലെങ്കിൽ നമുക്ക് അല്പം സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് ഇതിനെ ഒന്ന് റിൻസ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം ഫ്രഷ് ആയിട്ട് വീണ്ടും 1 ml സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നു, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്. ഇതിലേക്ക് തന്നിരിക്കുന്ന സോൾട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. സോൾട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പഞ്ചൻ സ്മെല്ലിംഗ് ഗ്യാസ് വന്നിരുന്നെങ്കിൽ അത് ക്ലോറൈഡ് ആണെന്ന് പറയാമായിരുന്നു. ബ്രൗൺ ഗ്യാസ് വന്നിരുന്നെങ്കിൽ അത് ബ്രോമൈഡ് ആണെന്ന് നമുക്ക് പറയാം. വയലറ്റ് വേപ്പർ വന്നാൽ അയഡൈഡ് അയൺ ആണെന്നും പറയാം. ഈ ഒബ്സർവേഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇതേ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു പേപ്പർ ബോൾ ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഒരു പ്രിന്റഡ് പേപ്പർ എടുക്കുന്നതായിരിക്കും നല്ലത്. ന്യൂസ് പേപ്പറിൽ അല്പം പേപ്പർ ഇതേപോലെ എടുത്ത് ചുരുട്ടി ഒരു ചെറിയ ബോളാക്കിയിട്ട് നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താണ് റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിൽ ഇത് ഇട്ട് കൊടുത്തപ്പോൾ ഒരു ചേഞ്ചും ഇല്ല എങ്കിൽ അല്പം ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കുക. ഹീറ്റ് ചെയ്യുമ്പോൾ ഈ പേപ്പറിൽ നിന്ന് കാർബൺ നമുക്ക് കിട്ടും. കാരണം സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രജനെയും ഓക്സിജനെയും വലിച്ചു മാറ്റുമ്പോൾ കാർബണായി മാറും. ആ കാർബൺ നൈട്രേറ്റ് ആനയോണിനെ റെഡ്യൂസ് ചെയ്ത് NO2 ഗ്യാസ് ആക്കി മാറ്റും. ആ NO2 ഗ്യാസ് ബ്രൗൺ വേപ്പറായി പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു പേപ്പർ ബോൾ വെച്ച് അല്പം ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതേ രീതിയിൽ ഒരു ബ്രൗൺ വേപ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് നൈട്രേറ്റ് സോൾട്ട് ആണെന്ന് തിരിച്ചറിയാവുന്നതാണ്. ഇനി നമുക്ക് നൈട്രേറ്റ് ആനയോൺ കൺഫർമേഷൻ ആണ്. ഇതിനെ എങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അത് വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ചെയ്യണം. എന്താണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് നോക്കാം.